നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. ഇടതുമുന്നണിയുടെ സമരങ്ങൾ ഫലം കാണുന്നില്ലെന്ന LDF യോഗത്തിൽ പൊതുവിമർശനം. UDF-മായി ഇനിയും ചർച്ചയ്ക്കില്ലെന്ന് CMP. കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചുവെന്നും CMP. റാന്നിയിൽ പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകും. മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിയ തോട്ടമൺ മാരാംതോട്ട് റോഡിലെ പൊട്ടിയ പൈപ്പിൽ ടേപ്പ് പൊട്ടിച്ച ശേഷം കരാറുകാരൻ മൂടി. റാന്നി ചെറുകുളഞ്ഞിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കാർഷിക വിളകൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇടതുമുന്നണി നടത്തുന്ന സമരങ്ങൾ ഫലം കാണുന്നില്ലെന്ന് LDF നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. ഘടകകക്ഷികളാണ് വിമർശനം ഉന്നയിച്ചത്. സമരങ്ങളിലെ പങ്കാളിത്തം കുറയുന്നുണ്ടെന്നും വിമർശനമുയർന്നു. സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ മെയ് 18 വഞ്ചനാ ദിനമായി ആചരിക്കുവാനും LDF തീരുമാനിച്ചു. AKG സെന്ററിലായിരുന്നു യോഗം. സർക്കാർ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്തതിനാണ് യോഗം ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായും യോഗം ചേർന്നു. UDF-മായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് CMP തീരുമാനിച്ചു. UDF യോഗങ്ങളിൽ ഇനി മുതൽ പങ്കെടുക്കേണ്ടതില്ലെന്നും കണ്ണൂരിൽ ചേർന്ന CMP പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനിച്ചു. കാലങ്ങളായി തുടരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് CMP ഇപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDF നേതൃത്വം നടത്തിയ ചർച്ചകളൊന്നും ഫലം കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി മുതൽ പരിഹാര ചർച്ചകൾക്ക് CMP മുൻകൈ എടുക്കില്ല. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും തീരുമാനമായി. MV രാഘവനും CP ജോണും അടക്കമുള്ള മുഴുവൻ നേതാക്കളും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുത്തു. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട CMPയുടെ അഭിപ്രായ വ്യത്യാസവും തുടരുകയാണ്. കോർപ്പറേഷൻ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അവഗണിക്കുകയാണെന്ന വികാരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. CMPയുടെ വികാരമാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2013-14 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഗ്രാമസഭാ യോഗം 7-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30 ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേരും. ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും പ്രസിഡന്റുമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും വർക്കിംഗ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻമാരും പങ്കെടുക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഇടവേള. യാത്രകൾ ഏതുമാകട്ടെ അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കോച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കോച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്റ്റ് ട്രാവൽ ഗൈഡ്. കോൺടാക്ട് 04735 225237 9447 000237 9470 21253 94472 65819. വിൽസൺ ട്രാവൽസ്. വാർത്തകൾ തുടരുന്നു. റാന്നി ചെറുകുളഞ്ഞിയിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടി. വേലായുധൻ പറമ്പിൽ രാമകൃഷ്ണൻ നായർ എന്നയാളിന്റെ 29 സെന്റ് സ്ഥലത്തെ കൃഷികളാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. റാന്നി ചെറുകുളഞ്ഞി വേലായുധൻ പറമ്പിൽ VN രാമകൃഷ്ണൻ നായരുടെ 29 സെന്റ് സ്ഥലത്തെ 15 മൂട് കവുങ്ങുകളും 10 തൈറബറുകളും 2 തെങ്ങുകളും വാഴ, ചേമ്പ്, ചേന, കൊക്കോ തുടങ്ങിയവയാണ് വെട്ടി നശിപ്പിച്ചത്. വീടിന് നേരെ കല്ലേറും വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കോഴിക്കോട് ഉൾപ്പെടെയുള്ളവ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തു. കല്ലേറിൽ വീടിന് സാരമായ പരുക്കുകൾ പറ്റിയതായും വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളുടെ നേരെ അസഭ്യവർഷം നടത്തുകയും കൃഷികൾ വെട്ടി നശിപ്പിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന രാമകൃഷ്ണൻ നായരുടെ മകൻ രാജേഷിനെ വാക്കത്തി കൊണ്ട് വെട്ടാൻ ചെന്നതായും രാമകൃഷ്ണൻ നായർ റാന്നി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ചേമ്പ്, കപ്പ, കാച്ചില് ഇതെല്ലാം നശിപ്പിച്ചു. കോഴിക്കോടിന് കല്ലെറിഞ്ഞ് കോഴിക്കോട് പെടത്തിയിട്ട് ഇടാൻ തുടങ്ങി. അത് വീണില്ല. അതെല്ലാം ഓടെല്ലാം ഇളക്കി കളഞ്ഞു. പെരയ്ക്കും കല്ലെടുത്തെറിഞ്ഞു. ഭയങ്കര ചീത്തവിളിയായിരുന്നു. പങ്കിയും പാലിനും കൂടെ ആളിനെ ഇറക്കി ചെയ്യിച്ചതാണ്. ഗുണ്ടകളെ ഇറക്കി ചെയ്യിച്ചതാണ്. വാക്കത്തി കൊണ്ട് വെട്ടാൻ വന്നു. എന്നെ ഓടിപ്പിച്ചു. വെട്ടാൻ വന്നതിനെ ഓടിച്ചു. എന്നെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും. രാമകൃഷ്ണന്റെ ഭാര്യയും അക്രമികൾ വെട്ടാൻ ചെന്നതായി പരാതിയിൽ പറയുന്നുണ്ട്. സഹോദരനുമായി വഴിയെ ചൊല്ലി തർക്കമുണ്ടാകുകയും ആയത് റാന്നി മുനിസിപ്പൽ കോടതിയിൽ വിചാരണയിൽ ഇരുന്നതുമാണ്. പിന്നീട് കോടതി തന്നെ ഇടപെട്ട് ഇരു കൂട്ടരുമായി ചർച്ച ചെയ്ത് പ്രശ്നം രമ്യതയിൽ പരിഹരിച്ചതുമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് തിരുവല്ല RDOയുടെ മുമ്പാകെ പരാതി വന്നിരുന്നതാണ്. തുടർന്ന് RDO ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതുമാണ്. സിറ്റി ന്യൂസ്, റാന്നി.
വാലന്റൈൻ ദിനം പോലെ മലയാളികൾക്ക് കൈവന്ന പുതിയ ആഘോഷമാണ് അക്ഷയ തൃതീയ. 5 വർഷങ്ങൾക്ക് മുൻപ് മലയാളിക്ക് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒന്നായിരുന്നു അക്ഷയ തൃതീയ. ഭക്തിയെയും വിശ്വാസത്തെയും വഴിതിരിച്ച് എങ്ങനെ ചൂഷണം ചെയ്ത് കച്ചവടം നടത്താമെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് അക്ഷയ തൃതീയ. വാലന്റ് ദിനം പോലെ മലയാളികൾക്ക് കൈവന്ന പുതിയ ആഘോഷങ്ങളിലൊന്നാണ് അക്ഷയ തൃതീയ. 5-8 വർഷങ്ങൾക്ക് മുമ്പ് മലയാളിക്ക് കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന അക്ഷയ തൃതീയ വളരെ വേഗത്തിലാണ് നമ്മുടെ സ്വന്തം ആഘോഷമായി മാറിയത്. കേരളത്തിലെ വൻകിട സ്വർണ്ണ വ്യാപാരികളും പലിശയിടപാട് സ്ഥാപനങ്ങളുമാണ് കുറഞ്ഞ ഒരു സമയം കൊണ്ട് ഇതിനെ ഇത്രയേറെ ജനകീയമാക്കിയത്. അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങിയാൽ ആ വർഷം മുഴുവനും ഐശ്വര്യം വരുമെന്നാണ് ചില സ്ഥാപനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പരസ്യങ്ങൾ. വൈശാഖ മാസത്തിൽ കർത്തവാവ് കഴിഞ്ഞുള്ള 3-ാം ദിവസമാണ് അക്ഷയ തൃതീയ. ജ്യോതിഷപ്രകാരം വർഷത്തിലെ ഏറ്റവും പ്രധാന തിഥികളിലൊന്നുകൂടിയാണ് ഇത്, അതായത് ചാന്ദ്രദിനം. ഈ ദിനം വടക്കേ ഇന്ത്യയിൽ ജൈനന്മാരും ബുദ്ധമതക്കാരും ഹിന്ദുക്കളും ആചരിച്ചു വരുന്നു. ആ ദിവസം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ക്ഷയം ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായ ആദിനാഥന് അയോധ്യയിലെ ജനങ്ങൾ കൈമറന്ന് സ്വർണവും മറ്റും ദാനം ചെയ്തതിന്റെ ഓർമ്മ പുതുക്കലോടാണ് ജൈനർക്ക് ഈ ദിനം. ആ ഐതിഹ്യകഥയിൽ വെള്ളം ചേർത്താണ് അക്ഷയ തൃതീയ മാർക്കറ്റിംഗ് ക്യാമ്പയിന് ഉപയോഗിച്ചിരിക്കുന്നത്. 5-8 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലെ മാർക്കറ്റിംഗ് തന്ത്രം അറിയാവുന്ന സ്വർണ്ണ വ്യാപാരികളാണ് ഈ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതെന്ന് പറയപ്പെടുന്നു. അത് പിന്നീട് വ്യാപിച്ച് എന്തും ഏതിനും സമയവും കാലവും നോക്കി ഐശ്വര്യം മൊത്തമായും ചില്ലറയായും നേടുവാൻ നെട്ടോട്ടം മൂടുന്ന മലയാളിയുടെ സ്വന്തം ആഘോഷമായി മാറി. ഐശ്വര്യം മൊത്തമായും വാങ്ങാൻ സ്വർണ്ണക്കടയുടെ മുമ്പിൽ പോയ വർഷം നീണ്ട ക്യൂ അർദ്ധരാത്രി വരെ നീണ്ടപ്പോൾ ഭക്തർക്ക് സ്വർണ്ണക്കട ഉടമകൾ സ്ലിപ്പ് വിതരണം ചെയ്തു. അടുത്ത ദിവസം സ്ലിപ്പുമായി വന്ന് സ്വർണം വാങ്ങി പുണ്യം കൈപ്പറ്റി മടങ്ങാനായിരുന്നു അത്രേ സ്ലിപ്പ് കൊടുത്തത്. ഉയർന്ന സ്വർണ്ണവില സാധാരണക്കാരന് താങ്ങാവുന്നതിനപ്പുറമാണെന്നറിയാവുന്ന സ്വർണ്ണ വ്യാപാരികൾ അതിനും മാർഗം കണ്ടെത്തി. പഴയ സ്വർണം മാറ്റിയെടുത്താലും ഐശ്വര്യം കൂടെ പോരുമെന്നാണ് അവരുടെ പരസ്യം. ഭക്തിയെയും വിശ്വാസത്തെയും വഴിതിരിച്ച് എങ്ങനെ കച്ചവടം നടത്താമെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അക്ഷയ തൃതീയ. ഈ ആത്മീയ ചൂഷണത്തിനെതിരെ പ്രതികരിക്കുവാൻ ആർക്കും ആർജവം തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഈ ദിവസം സ്വർണം വാങ്ങിയാൽ ഐശ്വര്യം വരുമെന്ന് ഏത് ശാസ്ത്രത്തിലാണ് പറയുന്നത്? അവസാനമായി ഒരു കാര്യം കൂടി, സ്വർണം ലക്ഷ്മി പ്രതീകമാണ്, ഐശ്വര്യ സ്വരൂപമാണ്. അതിനാൽ സ്വർണം നാം ദാനമായും സമ്മാനമായും നൽകാറുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ദിവസം പൈസ കൊടുത്ത് സ്വർണത്തോടൊപ്പം ഐശ്വര്യം കൂടി വിലയ്ക്ക് വാങ്ങുന്നത് ഏത് വകുപ്പിൽപ്പെടുത്തിയാണ്? സിറ്റി ന്യൂസ്, റാന്നി. പെരുന്നാട് പഞ്ചായത്തിലെ മടത്തുമൂഴി, കൂനങ്കര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പശ്ചിമഘട്ട നീർത്തട പദ്ധതി നടപ്പിലാക്കുന്നതിനായി 1.34 കോടി രൂപ അനുവദിച്ചതായി രാജു എബ്രഹാം MLA അറിയിച്ചു. പഞ്ചായത്തിലെ 1ഉം 2ഉം വാർഡുകൾ ഉൾപ്പെടുന്ന മടത്തുമൂഴി പദ്ധതിക്ക് 34 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഇരു വാർഡുകളിലെയും 360 ഹെക്ടർ സ്ഥലത്ത് 3 വർഷം കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രയോജനം 500ഓളം കുടുംബങ്ങൾക്ക് ലഭിക്കും. മഴവെള്ള സംഭരണികൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ, 5000 മീറ്ററിലധികം കയ്യാലകൾ എന്നിവ നിർമ്മിച്ചു നൽകും. പച്ചക്കറി ഉൽപാദനത്തിനും കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണത്തിനും പ്രത്യേകം തുക വകയിരുത്തിയിട്ടുണ്ട്. 3 വാർഡുകൾ ഒന്നിച്ചു ചേരുന്ന കൂനങ്കര പദ്ധതി 750 ഹെക്ടറിലാണ് നടപ്പിലാക്കുന്നത്. പശ്ചിമഘട്ട പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PA പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഇടവേള. യാത്രകൾ ഏതുമാകട്ടെ അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കോച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കോച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്റ്റ് ട്രാവൽ ഗൈഡ്. Contact 04735 225237 9447 000237 94470 21253 94472 65819. Wilson Travels. വാർത്തകൾ തുടരുന്നു. റാന്നി തോട്ടമണ്ണിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിയ പൈപ്പ് നന്നാക്കാനോ മാറ്റിയിടാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും പരാതി ഉയരുന്നു. രാമപുരം ബ്ലോക്കുപടി റോഡിൽ മാരാംതോട്ടിലാണ് കഴിഞ്ഞ 6 മാസമായി പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത്.
രാമപുരം ബ്ലോക്ക് പടി റോഡിൽ നിന്ന് മാരാംതോട്ടം കടവിലേക്ക് തിരിയുന്ന ഭാഗത്താണ് കഴിഞ്ഞ 6 മാസമായി പൈപ്പ് പൊട്ടി ശുദ്ധജലം ഒഴുകുന്നത്. ആനപ്പാറമല കുടിവെള്ള വിതരണ ശൃംഖലയിലെ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. പൈപ്പ് പൊട്ടിയതിനാൽ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെയും കെടുകാര്യസ്ഥതയ്ക്ക് മറ്റൊരു ഉദാഹരണമാണിത്. കഴിഞ്ഞ കുറെ നാളായി റാന്നിയിൽ പൈപ്പ് പൊട്ടൽ സ്ഥിരം കാഴ്ചയാണ്. റാന്നി അങ്ങാടി ശുദ്ധജല വിതരണ പദ്ധതിയിൽ റാന്നി വലിയകാവ് റോഡിൽ പുതിയ ബൈപ്പാസിന് സമീപം പൈപ്പ് പൊട്ടിയിട്ട് ദിവസങ്ങളായി. നന്നാക്കാൻ വേണ്ടി റോഡ് കുഴിച്ച് കുളം തോണ്ടിയിട്ട് 4 ദിവസമാകുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മേനാംതോട്ടം ജംഗ്ഷനിലും ആശുപത്രി പടിക്ക് സമീപവും 3 പൈപ്പുകൾ പൊട്ടിയിരുന്നു. അതിന് തലേയാഴ്ച റാന്നി വലിയകാവ് റോഡിൽ പൈപ്പ് പൊട്ടിയിരുന്നു. പൈപ്പ് പൊട്ടി ദിവസങ്ങൾ കഴിഞ്ഞാലും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കാറില്ലെന്ന ആക്ഷേപം സ്ഥിരമായി കേൾക്കുകയാണ്. മാരാംതോട്ടം ഭാഗത്ത് പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ കരാറുകാരൻ എത്തിയെങ്കിലും പൊട്ടിയ പൈപ്പ് മാറാതെ പൊട്ടിയ ഭാഗത്ത് ടേപ്പ് വെച്ചൊട്ടിച്ച് കരാറുകാരൻ തടിതപ്പി. വെള്ളത്തിന്റെ പ്രഷർ കാരണം ടേപ്പ് ഇളകി വീണ്ടും പഴയ വഴിയിലായപ്പോൾ വഴിയാത്രക്കാരുടെ മേൽ വെള്ളം തെറിക്കാതിരിക്കുവാൻ പൈപ്പിന്റെ പൊട്ടിയ ഭാഗത്ത് കരിങ്കല്ലും വെച്ചടച്ചു. ജനങ്ങൾ കുടിവെള്ളക്ഷാമം കൊണ്ട് പരക്കം പായുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെയും നിരുത്തരവാദപരമായ സമീപനം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി മണ്ണാർത്രയിൽ വീട്ടുവളപ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. മണ്ണാർത്ര ചാണാശ്ശേരിയിൽ വീട്ടിൽ രാജന്റെ വീട്ടിലെ കോഴിക്കൂടിന് സമീപത്ത് നിന്നാണ് പെരുമ്പാമ്പിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടിയത്. പെരുമ്പാമ്പിനെ പിന്നീട് വനപാലകർ കൈയേറ്റു. ചെമ്പനൂരിൽ പാറമടയ്ക്കെതിരെ സമരം ചെയ്യാത്തവരുടെ വാഹനങ്ങൾക്ക് നേരെയും വീടിന് നേരെയും സാമൂഹ്യ വിരുദ്ധർ പെയിന്റും കരിയോയിലും ഒഴിച്ചു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. സമരത്തിൽ പങ്കെടുക്കാത്ത നിഷ്പക്ഷമതികളായി നിൽക്കുന്നവരാണ് ഇവർ. ശനിയാഴ്ച രാത്രിയിലാണ് വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ മെമ്പർ അജയകുമാറിന്റെ മാരുതി കാറുകളടക്കം നിരവധി പേരുടെ വാഹനങ്ങൾക്ക് നേരെ വീടുകൾക്ക് നേരെയും സാമൂഹ്യ വിരുദ്ധർ പെയിന്റും കരിയോയിലും ഒഴിച്ചത്. ശനിയാഴ്ച രാത്രിയിലാവാം സംഭവമെന്ന് അനുമാനിക്കുന്നു. അജയകുമാറിന്റെ വാഹനം കൂടാതെ വാഗമുക്ക് ആനക്കുഴി ബിജോയുടെ പിക്കപ്പ് വാനിലും വാഗമുക്ക് പുള്ളൂരിൽ കൊച്ചുമോന്റെ ബൈക്കിലും ചെറുകര ആലിങ്കൽ സോമന്റെ വീടിന്റെ സിറ്റൌട്ടിലുമാണ് പെയിന്റും കരിയോയിലും ഒഴിച്ചത്. സമരത്തിൽ പങ്കെടുക്കാത്തതിന്റെ വൈരാഗ്യമായിരിക്കാം ചിലരെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ബിജോയും കൊച്ചുമോനും സോമനും സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടിട്ടോ 8 മണി 8:30 അത് കഴിഞ്ഞ് രാത്രി 11 കിടന്നു. നേരം എടുത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ വണ്ടിയെ മൊത്തം പെയിൻറ്റ് ഒഴിച്ചിട്ടേക്കുക. മൊത്തം കരിയോയിലാണ് എനിക്ക് കഴുകി കളയാറ്. ഇതിപ്പോൾ വണ്ടിയുടെ പെയിൻറ്റ് മൊത്തം മാറിയേ പറ്റുള്ളൂ. മൊത്തം ഇത് കളയണമെങ്കിൽ 10-20,000 രൂപ ചിലവോ. ആരാ ഒഴിച്ചെന്ന് അറിയത്തില്ല. ഞങ്ങൾ സമരത്തിന് ഇറങ്ങാത്തതുകൊണ്ട് ഞങ്ങളോട് ചെറിയ വൈരാഗ്യമുണ്ട്. അത് വീട്ടുപടിക്ക് വന്ന് 2-3 പ്രാവശ്യം മുദ്രാവാക്യം തെറിയൊക്കെ വിളിച്ചായിരുന്നു. ആരാ ഒഴിച്ചതെന്ന് അറിയത്തില്ല. ആരാണേലും ഇതിനെ ഒഴിച്ചവരെ പിടിക്കണമെന്നുള്ളത് പറയുന്നു. എൻ്റെ വണ്ടിയിലും ആക്റ്റീവോണ്ട പോലത്തെ ഒരു വണ്ടിയിൽ ഇതുപോലെ പെയിൻറ്റും കരിയോയിലൂടെ കൂട്ടിക്കലക്കി ഒഴിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു, എൻ്റെ വൈഫ് ഹൗസിലായിരുന്നു. രാവിലെ 6 മണിക്ക് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയി. SI സാർ വന്നു, പരാതി പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്, അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. എഴുന്നേറ്റ് കഥ രാവിലെ നോക്കുന്നതാണ്. സിറ്റ് ഔട്ടിൻ്റെ കയറുന്ന 2 സ്റ്റെപ്പിലും പിന്നെ വരാന്തയിലും അരപ്രൈസയിലും ആ മതിലയിലും കരിയോയിൽ കംപ്ലീറ്റ് ഒഴിച്ചേക്കുവാണ് രാവിലെ കാരണം. ഞാൻ വെച്ചിട്ടുള്ള സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ SI പോലീസുകാർ കൂടെ വന്നു, കണ്ടു, ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് പോയി. സിറ്റി ന്യൂസ്, റാന്നി. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരത്താമല വാർഡിലെ കുടുംബശ്രീകൾക്ക് അനുവദിച്ച റിവോൾവിംഗ് ഫണ്ടിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ജോർജ് ഫിലിപ്പ് നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ മോളി മാത്യു അധ്യക്ഷത വഹിച്ചു. ഓമന ജോൺ, ഹേമ, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. യാത്രകൾ ഏതുമാകട്ടെ അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കോച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കോച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്റ്റ് ട്രാവൽ ഗൈഡ്. കോൺടാക്ട് 04735 225 237 9447 000 237 94470 21253 94472 65819. Wilson Travels.
വാർത്തകൾ തുടരുന്നു. റാന്നി സിറ്റി സെന്ററിന്റെ 100ാം ദിനാഘോഷവും സമ്മാന കൂപ്പണിന്റെ ഉദ്ഘാടനവും നടന്നു. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ അധ്യക്ഷയായിരുന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. നമുക്കറിയാം, ഇവിടെ ഇട്ടിപ്പാറയിൽ ഏത് വ്യാപാര സ്ഥാപനം തുടങ്ങിയാലും ഒരിക്കലും അതിനകത്ത് തുടങ്ങിയ വ്യക്തികൾ ദുഃഖിക്കേണ്ടി വരികയില്ല. കാരണം ഈ സ്ഥാപനങ്ങൾ വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുകയും നല്ല വിപുലമായ രീതിയിൽ അത് നല്ല രീതിയിൽ പച്ചപിടിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും റാന്നി സിറ്റി സെന്ററും നല്ല രീതിയിൽ ഇത് പ്രവർത്തനം ഇവിടെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂൾ വിംഗ് സെക്ഷന്റെ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. റാന്നി സിറ്റി സെന്റർ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പുതിയ സ്കൂൾ വിങ്ങിന്റെ ഉദ്ഘാടനവും മാസനെറുക്കെടുപ്പും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ഹൃദയം പിടിച്ചടക്കാൻ റാന്നി സിറ്റി സെന്ററിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഗാനമേള ട്രൂപ്പിനെ, കോട്ടയം മെഗാ ഹിറ്റ്സിനെ ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ എത്തിക്കാൻ ഇതിന്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് റാന്നി സിറ്റി സെന്റർ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങ് സ്കൂൾ വിങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. സമ്മാന കൂപ്പണിന്റെ ഉദ്ഘാടനം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ നിർവഹിച്ചു. നമ്മുടെ ജീവിതത്തിന് വേണ്ടതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം നാടിന്റെ വികസനത്തിന്റെ ഒരു മാറ്റുകൂടിയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ, അതിനു വേണ്ടി വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് കഴിയുകയും അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പാണ്ഡ്യത്ത്, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് ഫിലിപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ജെസി അലക്സ്, അനി വലിയകാല, ഷൈനി രാജീവ് എന്നിവരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോൻസി ഇടുക്കള, ജോൺ എബ്രഹാം, വ്യാപാരി വ്യവസായ ഏകോപന സമിതി റാന്നി മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി മണിമലത്ത്, റാന്നി സിറ്റി സെന്ററിന്റെ മാനേജിംഗ് പാർട്ണർ റോബിൻ ഡൈറ്റസ്, സജി വടക്കേറ്റത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാസ്റ്റർ ശംഭുവും കുമാരി രമ്യയും സ്കൂൾ കിറ്റുകൾ ഏറ്റുവാങ്ങി. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ചേലക്കാട്ടുതടം യുവശക്തി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും നടന്നു. രാജു എബ്രഹാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നി ചേലക്കാട്ടുതടം യുവശക്തി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. ഇവിടെ സ്വയം സഹായ സംഘം നമ്മുടെ നാട്ടിലെ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വേദിയാണ്. ഇന്ന് കുടുംബശ്രീകളുടെ കാലഘട്ടമാണ്, വനിതാ സ്വയം സഹായ സംഘത്തിന്റെ കാലഘട്ടമാണ്, പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ കാലഘട്ടമാണ്. ഇപ്പൊ ത്രിതല പഞ്ചായത്തുകൾ പോലും ഇത്തരം സംഘങ്ങൾക്കാണ് ധനസഹായങ്ങൾ കൊടുക്കുന്നത്. ചില സംഘങ്ങൾ കിട്ടുന്ന പണം പുട്ടടിക്കും, ചില സംഘങ്ങൾ കിട്ടുന്ന പണം നല്ല നിലയിൽ ചെലവഴിക്കും. നല്ല നിലയിൽ ചെലവഴിക്കുന്ന സംഘങ്ങൾക്ക് വീണ്ടും വീണ്ടും ധനസഹായം കിട്ടും. എനിക്ക് യുവശക്തി സ്വയം സഹായ സംഘത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംഘമായിട്ട് ഈ സംഘം മാറണം. ഗ്രാമപഞ്ചായത്ത് അംഗം വിപിൻ മാത്യു അധ്യക്ഷനായിരുന്നു. ആവശ്യങ്ങൾക്ക് മുൻനിർത്തി ആണ് ഈ പുരുഷ സഹായ സംഘത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഇന്നിവിടെ 52 കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ചിലപ്പോൾ ചില വ്യക്തികൾ, നമുക്കറിയാം, ഇന്ത്യയുടെ ഉപരാഷ്ട്രം കേന്ദ്രമന്ത്രിയായും ഉപരാഷ്ട്രപതിയായും രാഷ്ട്രപതിയായിട്ടൊക്കെ ആയിത്തീർന്ന KR നാരായണൻ ഉഴവൂർ ദേശത്തിന്റെ അരുമ സന്താനമായിരുന്നു. അപ്പൊ ആ വ്യക്തി പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അനുഗ്രഹമായിരുന്നു. അതുപോലെ ചില പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില നദികൾ, ചില ക്ഷേത്രങ്ങൾ, ചില ദേവാലയങ്ങൾ, ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ
ആ ദേശത്തിന്റെ വളർച്ചയ്ക്ക്, വികസനത്തിന്, ഉന്നമനത്തിന്, ഐശ്വര്യത്തിന് ഒക്കെ മുഖാന്തരമായ ഘടകങ്ങളായി മാറുന്നുണ്ട്. പഠനോപകരണങ്ങളുടെ വിതരണം അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെഴ്സി പാണ്ഡിയത്ത് നിർവഹിച്ചു. പ്രിയപ്പെട്ടവരുടെ ഐക്യത പലപ്പോഴും മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഈ യുവശക്തി പുരുഷ സഹായ സംഘം അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ, ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കുവാൻ മുൻപോട്ടിറങ്ങിത്തിരിച്ച ഈ യുവശക്തി പുരുഷ സഹായ സംഘം അതിൻ്റെ പേര് പോലെ തന്നെ യുവത്വത്തിൻ്റെ ശക്തി തെളിയിക്കുന്ന, മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേക ആശ്രയം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയം എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംഘമായി തീരുവാൻ ഇതിടയാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് ബി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനി വലിയകാല, കാഴ്ച നേത്രദാന സേന സെക്രട്ടറി റോഷൻ റോയ് മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. നിര്യാതനായി. റാന്നി നീരേട്ടുകാവ് മലയിൽ വർഗീസ് ചാക്കോ പൊടിക്കുഞ്ഞ് നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം 7-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30 നീരാട്ടുകാവ് ശാലയം മർത്തോമ പള്ളിയിൽ നടക്കും. ഭാര്യ മറിയമ്മ തിരുവല്ല കുളത്തിങ്കൽ കുടുംബാംഗമാണ്. റാന്നി അമ്പാട്ട് 4-ാം വേലിൽ കുടുംബാംഗമായ പ്രമുഖ അങ്ങാടി മരുന്ന് വ്യാപാരി മലയിൽ MI ഏബ്രഹാം മലയിൽ കുഞ്ഞുഞ്ഞ് നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 12 മണിക്ക് റാന്നി പഴവങ്ങാടിക്കര ഇമ്മാനുവൽ മർത്തോമ പള്ളിയിൽ നടക്കും. ഭാര്യ പരേതയായ കുഞ്ഞാമ്മ മല്ലപ്പള്ളി മേക്കരങ്ങാട്ട് കുടുംബാംഗമാണ്. ലീലാമ്മ, രാജൻ, ഗ്രേസി, ലാലമ്മ, ബേബി, ബെൻസൺ എന്നിവർ മക്കളും. MS അലക്സാണ്ടർ, റൂബി, ഉണ്ണിക്കുഞ്ഞ്, ജോയ്സ്, രാജു, കുഞ്ഞുമോൾ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടതുമുന്നണിയുടെ സമരങ്ങൾ ഫലം കാണുന്നില്ലെന്ന LDF യോഗത്തിൽ പൊതുവിമർശനം. UDF-മായി ഇനിയും ചർച്ചയ്ക്കില്ലെന്ന് CMP. കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചുവെന്നും CMP. റാന്നിയിൽ പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകും. മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിയ തോട്ടവൺ മാരാന്തോട്ട് റോഡിലെ പൊട്ടിയ പൈപ്പിൽ ടേപ്പ് പൊട്ടിച്ച ശേഷം കരാറുകാരൻ മൂടി. റാന്നി ചെറുകുളഞ്ഞിയിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കാർഷിക വിളകൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.